പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ ന്യൂ ജനറേഷൻ, ന്യൂ എന്നു എല്ലാ തലമുറയും ന്യൂ ജനറേഷനാണെന്ന്. ലോകത്ത് ഒരു വിഭാഗവും ഞങ്ങൾ പഴമക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ മോസ്റ്റ് മോഡേൺ ആണ്. 50 കൊല്ലം മുമ്പുള്ളവരൊക്കെ പഴമക്കാർ. 50 കൊല്ലം മുമ്പുള്ളവർ ചിന്തിച്ചത് അങ്ങനെയാണ്, നമ്മൾ മോസ്റ്റ് മോഡേൺ ആണ്, നമ്മുടെ മുമ്പ് കഴിഞ്ഞവരാ ഒരു ലോകവും കാണാത്തവർ. അവർക്ക് മുമ്പ് ജീവിച്ചവരും അത് തന്നെയാ ചിന്തിച്ചത്. ഇനി ഒരു തലമുറ വരുമ്പോൾ അവർ നമ്മളെപ്പറ്റി പറയാം, അവർക്ക് ആ ഒരു വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം കിട്ടിയിട്ടുള്ളൂ, നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമുക്ക് കാലം ശേഷം വരുന്നവർ നമ്മളെപ്പറ്റി അത് പറയുന്നതാണ്. അപ്പോ എല്ലാ ജനറേഷൻസിന്റെയും ട്രെൻഡുകൾ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ മുസ്ലിം തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ ഓർത്തുപോവുകയാണ്. ഉസീകും ബിശ്ശബാബി ഖൈറൻ ഫഇന്നഹും അറഖു അഫ്ഇദ. ഇത് ഞങ്ങൾ പറയാം, ഉസീകും ബിശ്ശബാബി ഖൈറാ, യുവാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. മുതിർന്നവരോട് പറയാൻ വിധങ്ങൾ, കാരണവന്മാരോട്, പള്ളിക്കരോടൊക്കെ, കുറ്റകളൊക്കെ എല്ലാ നാട്ടിലുണ്ട്. കുറച്ചൊക്കെ മണ്ണാർക്കാടും ഉണ്ടാവും അല്ലേ, എല്ലാ നാട്ടിലുണ്ട്. കുറച്ച് കയ്യിൽ കാശൊക്കെ കിട്ടുമ്പോ ഒന്ന് മിനുങ്ങും. പിന്നെ കോയമ്പത്തൂർക്ക് മദ്രാസ് കയറി പോയ ഇവിടെ നിന്ന് അടുത്തല്ലേ, എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയില്ല. അപ്പോ അവരൊന്ന് എഴുതി തള്ളരുത്, അവർക്ക് നല്ലവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർ നന്നാവും. അവരുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഒരു ലവ് മെസ്സേജ് ഒക്കെ വരുമ്പോഴേക്കും അവർ വീഴുന്നത്. ഇന്ന് എത്രക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ. കൽബ് വളരെ സോഫ്റ്റായി ടീനേജേഴ്സിന്റെ പെട്ടെന്ന് വീഴും. നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളല്ലാതെ ഒരാൾ വേണ്ടട്ടോ, ആരോടെ +2 വിദ്യാർത്ഥിയോടൊക്കെ പറയണ്ടവ. രാജു അങ്ങനെ അതിന് അനുഭവങ്ങളുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് രാജേഷ്, ഷൊർണൂരിൽ നിന്ന് വരിക. അൽഹംദുലില്ലാഹ്. അപ്പോ അറഖു അഫ്ഇദതൻ, വളരെ സോഫ്റ്റാണ് അവരുടെ ഹൃദയം, വളരെ സോഫ്റ്റാണ്. ചെറുപ്പക്കാർ പെൺകുട്ടികളൊക്കെ അങ്ങനെ ഒളിച്ചോടി പോണത് അവർക്ക് അറിയില്ലല്ലോ. 4 ചിരഞ്ജിൽ ഉസ്മാനായ റബ്ബേ അങ്ങനെ ചാടിപ്പോയ വലിയ വലിയ 3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ പറഞ്ഞ കഥ അവരെ കൗൺസിലിംഗ് കൊണ്ടുവന്നിരുത്തിയപ്പോഴേ ആരുടെ കൂടെ, ഡിഗ്രിക്ക് പഠിക്കുന്നവന്റെ കൂടെ 3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ ചാടിപ്പോയി. എന്തേ പോവാൻ കാരണം, എനിക്ക് അയാളുടെ വിറ്റും ഹ്യൂമറൊക്കെ നല്ല ഇഷ്ടമായി. അപ്പൊ അറഖു അഫ്ഇദതൻ, ഇത് വീണുപോകുന്നവരാണ് ചെറുപ്പക്കാർ. فإنهم مرقوا أفئدة لقد بعثني الله بالحنيفية السمحة فحالفني الشباب وخالفني الشيوخ نبينا رسول الله صلى الله. പരിശുദ്ധമായ ഇസ്ലാം എന്ന ജീവിത പന്ഥാവുമായി അള്ളാഹു എന്ന് പറഞ്ഞയച്ചപ്പോ ഋജുവായ ജീവിത രീതി, അംബിയാഇന്റെ കൈകളിലൂടെ കടന്നു വന്ന ആ സന്ദേശം ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ എന്റെ കൂടെ നിന്ന് പോരാടിയത് യുവാക്കളായിരുന്നു. പ്രായമുള്ള ആളുകൾ എനിക്കെതിരായിരുന്നു. അന്ന് അബൂജഹലിനെ പോലെയുള്ളവർ, ഉസ്ബയെ പോലെയുള്ളവരെ. അതുകൊണ്ട് എന്റെ കൂടെ നിന്നവരെ, എന്റെ കൂടെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കൂടെ നിന്നവർ ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ എന്ന് ആ നന്മയോർത്ത് പറയുന്നു പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമായ കാഴ്ചപ്പാടല്ലേ. എന്റെ കൂടെ അന്ന് ഒപ്പം നിന്നത് ചെറുപ്പക്കാരാ, അതുകൊണ്ട് അവരോട് നല്ല നിലക്ക് പെരുമാറണം കേട്ടോ. കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അവരെന്ത് ചെയ്യണം, നന്നാക്കിയെടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ 16 വയസ്സ് പ്രായമുള്ള ടീനേജറുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബ് പറഞ്ഞുവല്ലോ, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമാണ്. വല്ലാഹി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയോട് എനിക്കും ഇഷ്ടമാണ് നബിയേ. ഇതെന്താ വേണ്ടതില്ലേ, നബി അങ്ങോട്ട് പറ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, മുആദേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഫലാ തദഅന്ന അൻ തഖൂല ദുബുറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദേ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഞാൻ ഈ ചൊല്ലിത്തരുന്ന ദിക്ർ ചൊല്ലാൻ മറന്നു പോവല്ലേ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കും മുമ്പ് ഈ ദിക്ർ ചൊല്ലണം.
അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ റബ്ബേ. ചെറുപ്പക്കാർക്ക് അത് ആവശ്യമാണ്. അല്ലാഹുവിനെ ഓർമ്മ വരണം, അതൊരു വിഷയമാണ്. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണമേ. വഹുസ്നി ഇബാദതിക്, നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണം എന്ന് ചൊല്ലാതെ ഒരു ഫർദ് നിസ്കാരം കഴിഞ്ഞും അങ്ങ് എഴുന്നേൽക്കരുത്. ഇതെങ്ങനെയാ പറഞ്ഞു കൊടുത്തതെന്നാ രസം. തോളി പിടിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് മുആദേ. ചെറുപ്പക്കാട് ചിലപ്പോൾ അവരുടെ അറ്റയർ, അവരുടെ വസ്ത്രവിധാനം കണ്ടാലും ഹെയർ സ്റ്റൈല് കണ്ടാലൊക്കെ ചിലപ്പോൾ ഉസ്താദുമാർക്ക് വല്ലാണ്ട് ദേഷ്യപ്പെട്ടൊക്കെ ചില ഖത്തീബുമാരൊക്കെ നല്ല ചീത്ത പറയുന്നുണ്ടാവും. എന്നാലും ആ കുട്ടികളിൽ നന്മ കാണും, നമുക്കറിയില്ലല്ലോ. അല്ലാമ സുയൂത്തി തങ്ങൾ പറയാ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന് ഇഷ്ടമായിരുന്നു. യൗമ കാന യസ്ജുദു അമാമ സ്വനം, അന്ന് ബഹുമാനപ്പെട്ടവർ ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. എന്നാലും ഈ ഉമർ ഇസ്ലാമിന്റെ പോരാളിയായി വരാൻ പോകുന്ന ഖലീഫയാണെന്ന് റബ്ബിനറിയാം. ഉമർ തങ്ങളെ അന്നും അല്ലാഹുവിന് ഇഷ്ടമായിരുന്നത്രേ. സുബ്ഹാനല്ലാഹ്. എത്രയോ കള്ളുകുടിയന്മാർ, മുഴുകുടിയന്മാർ നന്നായ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇടക്ക് കുടിക്കണോല അങ്ങനെ കുടിച്ചു പോകും. കുടിച്ചു പൂസായി എല്ലാ ലെവലും തെറ്റിയവരൊക്കെ നന്നായാലേ വല്ലാത്ത നന്നാവലാവും. അല്ലെ, അങ്ങനെ കണ്ടിട്ടില്ലേ? ഇല്ല, നന്നാവും. മനുഷ്യന്മാര് പിന്നെ പഴയ കഥ, നമ്മളൊക്കെ കുഴപ്പമാണത്. നന്നായി ഇപ്പൊ വലിയ ആളായിട്ട് വലിയ കാര്യമാണ്. ഇപ്പൊ അന്ന് റോഡ് സൈഡിൽ മണ്ണാർക്കാട് വീഴണം, ഞങ്ങളല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇവിടെ ഈ കുട്ടിയൊക്കെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പഴയ കഥ പറയും. അങ്ങനെ പറയരുത്. അല്ലാഹു പുറത്തു കൊടുക്കാനൊരു റമളാൻ മാസത്തിൽ ആരെങ്കിലൊക്കെ ഒന്ന് നിസ്കാരക്കം തുടങ്ങാൻ വേണ്ടി പള്ളിക്ക് വന്നാൽ അല്ലടോ ഇത് സിനിമ തിയേറ്റർ അല്ലട്ടോ വെച്ചോ, അങ്ങനെയല്ല പറയേണ്ടത്. സുഹൃത്തെ, നിസ്കാരം എന്തായാലും ചൊല്ലേണ്ടതെന്നൊക്കെ അറിയോ? ഞാൻ പഠിപ്പിച്ചുതരാം. നിസ്കാരം കഴിഞ്ഞിട്ട് 10 മിനിറ്റിന്റെ കൂടെ ഇരിക്കേ, ഞാൻ പറഞ്ഞുതരാം. നിനക്ക് സുജൂദ് പറയേണ്ട ദിക്ർ ഞാൻ പഠിപ്പിച്ചുതരാം. ഖുർആൻ ഓതണ്ടേ, ഒരു 10 മിനിറ്റ് ളുഹറിന് ശേഷം ഇന്ന് ഞാൻ നിനക്ക് ഖുർആൻ ഓതിത്തരാം. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്യും? നിരുത്സാഹപ്പെടും. പിന്നെ വൈക്ക് വരില്ല. അപ്പോഴാണ് ചിലരൊക്കെ അള്ളാനെ പിടിച്ചിട്ട് പള്ളി കയറാൻ തോന്നുന്നില്ല, പേടിയുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ദീനിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. ഊസിക്കും ബിശ്ശബാബി, ഊസിക്കും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും അറഖു അഫ്ഇദ. ഹൃദയം വളരെ ലോലമാണ്. അതുകൊണ്ടാണ് യൗവനത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തീരുമാനിക്കും ഏത് റൂട്ടിലൂടെ പോകണം. അവൻ നിരീശ്വരവാദിയായി പോണോ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോവേണമോ, ഏത് ചിന്താഗതി വേണമോ. ടീനേജറാകുന്ന സമയത്തുണ്ടാകുന്ന സ്പെയിനിൽ മുസ്ലിമീങ്ങൾ 600 കൊല്ലം ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. 600 കൊല്ലം. 600 കൊല്ലത്തെ ഭരണം നടക്കുമ്പോൾ യൂറോപ്യരായ ചില ജൂതന്മാർ, അന്ന് ഇസ്രായേലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇവരെ എങ്ങനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാമെന്ന വലിയൊരു പ്രതിസന്ധിയാണ് മുസ്ലിമീങ്ങളുടെ സമീപനം. നഗ്നതയ്ക്കെതിരാണ്, അടിഞ്ഞാട്ടത്തിനെതിരാണ്. എങ്ങനെ നന്നാക്കണം എന്ന്, എങ്ങനെ ഇവരെ കേടുവരുത്തണം എന്ന് ആലോചിച്ച് ഒരുപാട് തവണ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ചാരന്മാർ. അവരെന്നെ പറഞ്ഞത്, എന്ന് നോക്കുമ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠനത്തിലാണ്, പഠിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നു, വ്യവസ്ഥാപിതമായ യൂറോപ്പ് കണ്ട പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു കൊർഡോവ, ജാമിഅത്തുൽ ഖുർത്തുബ, കൊർഡോവ യൂണിവേഴ്സിറ്റി. നല്ല പഠനമാണ്. ഈ പോക്ക് പോയാൽ അവരെ പിടിച്ചാൽ കിട്ടൂല, നമ്മൾ തിരിച്ചുപോയി. 6-7 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോളേജിന്റെ അരമതിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോ ഈ പത്രപ്രവർത്തകൻ എന്ന് ചോദിച്ചു, അല്ല മോനെ, എന്താ നിന്റെ വിഷയം? എന്റെ ലവറുമായി ഞാനിപ്പോ ആകെ ബ്രോക്കപ്പാണ്, എന്റെ കാമുകിന്നിട്ട് പോയിട്ടുണ്ട്, ആ സങ്കടത്തിലാണ്. അവിടെ അദ്ദേഹം, ഇവരെ പിടിപറ്റി, ഇനി പിടിച്ചാൽ കിട്ടും. പഠനത്തിൽ നിന്ന് കൗമാരത്തിന്റെ ശൈഥില്യങ്ങളിലേക്ക് എപ്പോ ഈ സമൂഹം വഴുതി വീഴുന്നോ അവരെ പിടിച്ചാൽ കിട്ടും, അവരെ നമുക്ക് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്ന് സ്പെയിനിൽ നിന്ന് നമ്മളെ തുരത്തി ഓടിക്കേണ്ടതിന്റെ ആദ്യപടി അവരെ രേഖപ്പെടുത്തി വെച്ചത് ഒരു കാമുകൻ തന്റെ പ്രേമ ബന്ധത്തിൽ വന്ന ആ ഒരു സാഹചര്യത്തിൽ ദുഃഖം നടിച്ചിരിക്കുമ്പോഴാണ്. എന്നാലും നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? സ്നേഹത്തോടെ പെരുമാറണം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.